ആപ്കി അദാലത്തിൽ ബി.ജെ.പി. ലീഡർ രവിശങ്കർ പ്രസാദിനെതിരായ അടുത്ത കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ സർക്കാർ ഇഡിയെയും സിബിഐയെയും തെറ്റായ മാർഗത്തിലൂടെ പ്രയോജനപ്പെടുത്തുന്നു എന്ന്. രവിശങ്കർ സാർ, എല്ലാരും ഇതാണ് ചോദിക്കുന്നത്. 2 പ്രാവശ്യം ജനങ്ങളെല്ലാം ചേർന്ന് ഡൽഹിയിൽ ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തു. 2 സംസ്ഥാനങ്ങളിൽ ഏത് പാർട്ടിയാണോ ജയിക്കുമെന്ന് കരുതിയത് അവരെ ഇലക്ഷന്റെ സമയത്ത് ജയിലിൽ അടയ്ക്കുന്നത് ഇഡിയുടെ ഒരു മിസ്യൂസായിട്ട് കരുതണ്ടേ? ഇവരൊക്കെ അറസ്റ്റിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല, കാരണം അത് ഈഴിയുടെ ജോലിയാണ്. ഞാനിപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. മനീഷ സൗദിയ 1 വർഷമായിട്ട് ജയിലിലാണല്ലോ കഴിയുന്നത്. അതെന്തായി? രാജ്കോട്ടിൽ ആരെങ്കിലും പോയി എന്തെങ്കിലും ധർണ ചെയ്തോ? അതുപോലെ സന്ദേശ് സിംഗ് 6 മാസമായിട്ട് ജയിലിലാണ് കഴിയുന്നത്. സത്യേന്ദ്ര ജംഗ് 2 വർഷമായിട്ട് ജയിലിൽ കഴിയുകയാണ്. വീട്ടിൽ 7 കോടി സൂക്ഷിച്ച കൽക്കട്ടയിലെ മന്ത്രി ഇപ്പോൾ ജയിലിൽ കഴിയുന്നതിനെ പറ്റി എന്താ പറയാനുള്ളത്? അതുകൂടാതെ വേറൊരു മന്ത്രി ഇപ്പോൾ ജയിലിലാണ്. ചില ദിവസങ്ങൾക്ക് മുമ്പായിട്ട് ഒരു പ്രശ്നം നടന്നു, അതെന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഷാർജ ഷേഖിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നില്ലേ? പറയൂ, വന്നോ ഇല്ലയോ? അപ്പോൾ എല്ലാവരും ഇഡിയുടെ തെറ്റുകളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്, അവർ ചെയ്ത ജോലിയെ പറ്റി പറയുന്നില്ല. കോടതിയിൽ അരവിന്ദ് കെജ്രിവാൾ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഏത് സ്റ്റേറ്റ്മെന്റിന്റെ പേരിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുവോ ആ സ്റ്റേറ്റ്മെന്റിന്റെ പേരിൽ ചാന്ദിനി ചൗക്കിലുള്ള ഒരു പിക് പോക്കറ്റിനെ പോലും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന്. അണ്ണാ ഹസാരയുടെ ശിഷ്യനായ, നാട്ടിൽ സത്യസന്ധയുള്ള നേതാവായിരുന്ന എന്ന് സ്വയം തെളിയിച്ചിരുന്ന എല്ലാവരും പിരിഞ്ഞു പോയില്ലേ? സാൻ ഭൂഷക് പോയി, സിദ്ധോഷ് പിരിഞ്ഞു പോയി, കിരൺ ബേദിയും വിട്ടുപോയി, അനുപങ്കേറും പോയി, കുമാർ വിശ്വാസ് പോയി, യോഗേന്ദ്ര യാദവ് പോയി, ഷാജി ആൽമി പോയി, അണ്ണാ ഹസാരയും ഒറ്റയ്ക്ക് പോയി. ഇപ്പോൾ അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒന്നിച്ചിരുന്ന എല്ലാവരും ഇപ്പോൾ വേർപിരിഞ്ഞു പോയില്ലേ? അതായത് ഇവരുടെ പൊളിറ്റിക്സിൽ തെറ്റുണ്ടായിരുന്നു. സമരത്തിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്കായി മാറിയില്ലേ? അതുപോലെ മറ്റൊരു കാര്യം, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്തായി മാറി? ആ കഥയിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നരേന്ദ്രമോദിക്കെതിരായിട്ട് നിൽക്കാനും അദ്ദേഹത്തിനെതിരായിട്ട് പ്രവർത്തിക്കാനും ധൈര്യമുള്ള ഒരേ ഒരു നേതാവ് അരവിന്ദ് കെജ്രിവാൾ ആണെന്ന്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ പിടിച്ച് ജയിലിലിട്ടതെന്നും പറയുന്നു. ശരി, ഇത് പറയൂ. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെ പറയരുതെന്ന് ഞങ്ങൾ എപ്പോൾ പറഞ്ഞോ? കാശിയിൽ മത്സരം നടന്നു, അവിടെ നിങ്ങൾ തോറ്റില്ലേ? എന്നിട്ട് ഗുജറാത്തിൽ പോയി നരേന്ദ്രമോദി എതിർക്കാനായിട്ട് ഒരു പുലി വന്നു എന്ന് പറഞ്ഞു. പക്ഷേ 1 സീറ്റ് മാത്രമല്ലേ കിട്ടിയുള്ളൂ, ശരിയല്ലേ? ഡൽഹിയിലെ ലോക്സഭയിൽ നിങ്ങൾക്ക് 1 സീറ്റ് പോലും കിട്ടിയില്ല. അസംബ്ലി ഇലക്ഷനിൽ ജയിച്ചു, അത് സത്യമാണ്. ഞാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, ഇങ്ങനെയുള്ള ഉടായ്പ ഭരണവും കള്ളത്തരങ്ങളും ഒന്നും ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ പബ്ലിക്കിനും കാര്യങ്ങൾ അറിയാം, എല്ലാവർക്കും മനസ്സിലാവും. അവരെ ട്രസ്റ്റ് ചെയ്യേ. പക്ഷേ അവര് പറയുന്നത് ശരിയല്ലേ? എത്രയോ റെയ്ഡ് നടന്നു, പക്ഷെ 1 രൂപ പോലും കിട്ടിയില്ലല്ലോ. അത് അവരാണ് പറയുന്നത്. ഇഡി എപ്പോഴാണ് പറഞ്ഞത്? ഇഡിയുടെ തന്നെ തീരുമാനങ്ങളെ ആപ്കി അദാലത്തിലും ടിവിയിലും പറയാറില്ല, അവർ കോടതിയിലാണ് പറയുന്നത്. ഒരു തവണ നിങ്ങൾ നിങ്ങളുടെ റിപ്പോർട്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് കോടതിയിൽ ഇഡി എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കൂ, അപ്പം മനസ്സിലാകുമല്ലോ. ഒരു CM-നെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണ കാര്യമല്ലാണോ? നിങ്ങളൊരു CM ആണ്, അഴിമതി നടത്തിക്കോ എന്നും പറഞ്ഞു അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ലാലുവും ജയിലിൽ പോയില്ലേ? ഹേമന്തും ജയിലിൽ പോയില്ലേ? എത്ര മന്ത്രിമാർ പോയി? പക്ഷേ ഇത് കുറച്ച് വിചിത്രമാണ്. ജയിലിലിരുന്ന് സർക്കാരിനെ നടത്തുന്ന ഈ ചോദ്യം കൊള്ളല്ലോ സാർ, ശരിക്കും അടിപൊളി. സഭ ഇവരെല്ലാവരും നാട്ടിലെ എത്തിക്സിനെ കുറിച്ചാണ് പറയുന്നത്. അണ്ണാ ഹസാരയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു പൊളിറ്റിക്കൽ റെക്കോർഡ്സും ഇല്ല. ഇന്ത്യൻ റവന്യൂ സർവീസിൽ ജോലി ചെയ്ത ആളാണ്. അവിടെ NGO നടത്തുന്നു, വേറെ വേറെ ജോലികളും ചെയ്തിരുന്നു. അണ്ണാ ഹസാര പാർട്ടിയിലേക്ക് ഇറങ്ങി, ഒരു നേതാവായി, വളരെ നല്ല കാര്യം. ജനങ്ങളൊക്കെ ഒരുപാട് പ്രശംസിച്ചു. പക്ഷെ അദ്ദേഹത്തിന് വലുതായിട്ട് പൊളിറ്റിക്കൽ റെക്കോർഡ്സ് ഒന്നുമില്ല. അദ്ദേഹം എങ്ങനെ ജയിലിൽ നിന്ന് ഭരണം നടത്തും? നാട്ടിൽ ഒരിക്കലും ഇങ്ങനെ നടന്നിട്ടില്ല. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു. കേജ്രിവാൾ അവരോട് എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ, എന്റെ ശരീരം മാത്രമേ ജയിലിലുള്ളൂ, പക്ഷെ എന്റെ മനസ്സ് മൊത്തം വെളിയിലാണെന്ന് പറഞ്ഞു. അത് കൊള്ളാം, ഗംഭീരം, അത് കൊള്ളാമല്ലോ. ഞാനും കൈയടിക്കാം. അതിനോടൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യവും പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ആലോചിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അത് കൊള്ളാമല്ലോ. ഇന്ത്യയിലെ റവന്യൂ സർവീസിൽ ഇരിക്കുന്ന ഒരാള്, IIT ഖരഗ്പൂരിൽ പഠിച്ച ഒരാള്, ടാറ്റ സ്റ്റീലിലും വർക്ക് ചെയ്തിട്ടുണ്ട്, അണ്ണാ ഹസാരയുടെ ശിഷ്യനുമാണ്. അങ്ങനെ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഈ നാടിന്റെ രാഷ്ട്രീയം എങ്ങോട്ടാണ് ഈ പോകുന്നത്? ശരിക്കും വലിയ ബുദ്ധിമുട്ട് തന്നെ. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാൻ കഴിയില്ല. ഇനിയെങ്കിലും അദ്ദേഹം ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ അതിനെ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, എ വെരി ന്യൂ ലോ ഇൻ ദ പൊളിറ്റിക്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഭരണത്തിന്റെ ഏറ്റവും സങ്കടകരമായ കാര്യമാണിത്. ആസ് എ ഫ്യൂച്ചർ ലോയർ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ കിടന്നുകൊണ്ട് ഭരണം നടത്താൻ സാധിക്കുമോ? ഈസ് ഇറ്റ് ലീഗലി അലൗഡ് ടു റൺ ഗവൺമെന്റ് ഫ്രം ജയിൽ? ജനാധിപത്യത്തിൽ എല്ലാം നിയമപ്രകാരം മാത്രം നടക്കില്ല. ജനാധിപത്യം ജനങ്ങളുടെ സഹകരണത്തോടു കൂടി മാത്രമേ നടക്കൂ. ഇപ്പോ കേജ്രിവാൾ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്,
മാർക്സെ അവാർഡ് വിന്നറാണ്, IIT ഗ്രാജുവേറ്റ്, അണ്ണാ ഹസാരയുടെ ശിഷ്യൻ. അങ്ങനെയുള്ള ആൾ ഇങ്ങനെ സംസാരിച്ചാൽ ഇതൊക്കെ നടക്കുകയുള്ളൂ. ഇതൊക്കെ നാണമില്ലാത്ത കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ എന്താ പറയുക? രവിശങ്കർ സാർ, അദ്ദേഹത്തിന് നാണക്കേടൊന്നും ഇല്ലെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഇവിടെ നോക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കേസ് നടക്കുന്ന സമയത്ത് താങ്കൾ കൽക്കരി മിനിസ്റ്ററാണ്. നവീൻ ജിൻഡലിന്റെ മേൽ താങ്കൾ ആ സമയത്ത് കൽക്കരി കുംഭകോണത്തിന്റെ പേരിൽ കേസിടുകയാണ്. EDയുടെ ഒരു കേസും ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ താങ്കൾ താങ്കളുടെ പാർട്ടിയിലും ചേർത്ത് പിന്നീട് സീറ്റും നൽകി. അദ്ദേഹം ട്രയൽസിലുള്ള ആളല്ലേ? അല്ല, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ട്രയൽസ് സഫർ ചെയ്യുകയാണെങ്കിൽ സഫർ ചെയ്യട്ടെ. അജിത് പവാർ, അതെ, അദ്ദേഹത്തിന് കേസ് നടക്കുന്നുണ്ട്. അശോക് ചവാൻ, അദ്ദേഹത്തിന് കോർട്ട് സ്റ്റേ പലയിടങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. അശോക് ചവാനെ കുറിച്ച് ഞാൻ അറിഞ്ഞിടത്തോളം കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ വിട്ടിട്ടുണ്ട്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, രാഷ്ട്രീയത്തിലുള്ള എല്ലാ ആൾക്കാരും ഒരു പക്ഷേ അദ്ദേഹത്തിന് മേൽ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മോഡിജി അദ്ദേഹത്തിന് മേൽ എടുക്കുന്ന ആക്ഷൻസ് ഒക്കെ നിർത്താൻ വേണമെങ്കിൽ പറഞ്ഞു നോക്കൂ. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറയാം. അതുപോലെ ഒന്നും തന്നെ നടന്നിട്ടില്ല. രാഷ്ട്രീയക്കാരനായതുകൊണ്ട് പലതവണ നിങ്ങൾ ആ തീരുമാനം എടുത്തേ മതിയാകൂ, അല്ലാതെ വേറെ വഴിയില്ല. പക്ഷേ ഇത് അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇക്കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസ്. അതുകൊണ്ടാണ് മമതാ ബാനർജിക്ക് ചോദ്യം ചോദിക്കാനുള്ള സന്ദർഭം ലഭിച്ചിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഒരു വാഷിംഗ് മെഷീൻ ആണെന്നാണ് പറയുന്നത്. അഴിമതിക്കാരൻ വാഷിംഗ് മെഷീനുള്ളിൽ പോയാൽ അവനെ കഴുകി പുറത്തേക്ക് കൊണ്ടുവരുന്നെന്ന് പറയുന്നു. ബംഗാളിൽ ഇപ്പൊ എന്താണ് നടക്കുന്നത്? ഇതൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടോ? ഗോൾഡ് എല്ലാം സീസ് ചെയ്തു. പല പെൺകുട്ടികളുടെ മാനം പോയി. മമതയും ചുമ്മാതിരിക്കുകയാണ്. എന്തുമാത്രം അഴിമതി നടക്കുന്നു. അവർ ഹിന്ദു ആചാരങ്ങളെ എത്രത്തോളാണോ അവമാനിക്കുന്നത്? ഇത് ഒട്ടും ശരിയല്ലാത്ത കാര്യങ്ങളാ. മമതയും അവരുടെ മരുമക്കളും എന്താ ചെയ്യുന്നതെന്ന് എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട. അതൊക്കെ ഞാൻ വേണമെങ്കിൽ പേഴ്സണലായിട്ട് പറയാമെന്ന് പറയാം. അവർക്കെതിരെയും കേസുകളൊക്കെ നടക്കുന്നുണ്ടല്ലോ. പലതവണ സുപ്രീം കോടതിയിലും പോയി. റിലീഫ് കിട്ടിയോ? അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളെയൊക്കെ മമതാജി കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ കളിയാക്കിക്കോട്ടെ, അത് സാരമില്ല. പക്ഷേ ജനങ്ങൾ ഈ തവണ ചരിത്രമാവുന്ന തീരുമാനമായിരിക്കും ബംഗാളിൽ ജനങ്ങൾ കൊടുക്കാൻ പോകുന്നത്. ഇതൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ജനങ്ങളുടെ നടുക്ക് നിന്ന് ആരെങ്കിലും ചോദിക്കാനുണ്ടോ? കോൺഗ്രസിലെ ജനങ്ങളൊക്കെ ഇപ്പൊ BJPയിൽ ചേർന്നോണ്ടിരിക്കുക. ഇത് തന്നെ തുടർന്നാൽ കോൺഗ്രസ് തീർന്നു പോകും. ഈ രാജ്യത്ത് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓപ്പോസിഷൻ വേണമെന്ന് തോന്നുന്നില്ലേ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഐ ടോട്ടലി അഗ്രി വിത്ത് യു. ഒരു നല്ല ഭരണത്തിന് ഒരു നല്ല പ്രതിപക്ഷവും ആവശ്യമുണ്ട്. പക്ഷെ ഓപ്പോസിഷൻ ശക്തവും നല്ലതുമായിരിക്കണം. അവരുടെ കോൺട്രാക്ട് ഞങ്ങൾക്കെടുക്കാൻ കഴിയില്ല. അവരുടെ നേതാവിന് തന്നെ അവരുടെ പാർട്ടിയെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. അപ്പൊ പിന്നെ ഞാനെന്ത് പറയാനാണ്? രാഹുൽ ഗാന്ധി 10 വർഷമായി തോറ്റുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താ പറയുന്നത്? ഐ എം ഓൾവേസ് റൈറ്റ് എന്ന്. ഇതിനെക്കുറിച്ച് ഞാൻ എന്താ അതുപോലെ പറയുക? രാഹുൽ ഗാന്ധി മറ്റൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ EVMയിൽ ആ വോട്ട് താമരയ്ക്കാണ് ചെല്ലുന്നത്. അദ്ദേഹം പറയുന്നത് രാജാവിന്റെ ആത്മാവ് EVMനുള്ളിലാണ് ഉള്ളത്. EVM ഇല്ലെങ്കിൽ മോദിക്ക് ജയിക്കാൻ പറ്റില്ലെന്നും പറയുന്നു. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഹിമാചൽ പ്രദേശിൽ നടന്ന ഇലക്ഷനിൽ അവരല്ലേ ജയിച്ചു വന്നത്? കർണാടകത്തിലും അവർ തന്നെയാണ് ജയിച്ചത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? മൻമോഹൻ സിംഗ് കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രധാനമന്ത്രിയായിരുന്ന ആളാണ്. അഖിലേഷ് യാദവും CM ആയത് EVMിൽ തന്നെ വോട്ട് ചെയ്തിട്ടാണ്. മമതാജിയും 2 പ്രാവശ്യം CM ആയിരുന്നു, അതും EVMിൽ കൂടി തന്നെയല്ലേ. നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ EVM ഓക്കെ, വേറെ ആരെങ്കിലും ജയിക്കുകയാണെങ്കിൽ EVM തെറ്റാണെന്നും പറയുന്നു. ഇതിന് ഞാൻ എന്ത് മറുപടിയാ പറയുക? എനിക്കൊന്നേ പറയാനുള്ളൂ. രാഹുൽജി, ഇത് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് പറയുകയാണ്. രാഹുൽജി ഇന്ന് പൊളിറ്റിക്സിൽ നിൽക്കുന്ന ഒരാളാണ്. അത് നിങ്ങളുടെ കഴിവുകൊണ്ടാണെന്ന് കരുതുന്നുണ്ടോ? നിങ്ങൾ അവിടെ ഇരിക്കാനുള്ള കാരണം നിങ്ങൾ രാജീവ് ഗാന്ധിയുടെ മകനായതുകൊണ്ട് മാത്രമാണ്. ഇന്ദിരാഗാന്ധിയുടെ പേരക്കുട്ടി, നെഹ്റുജിയുടെ കൊച്ചുമകൻ, മോത്തിലാൽ നെഹ്റുവിന്റെ പേരക്കുട്ടിയുടെ പേരക്കുട്ടി. കുടുംബത്തിന്റെ സംസ്കാരമെങ്കിലും ഓർമ്മയിൽ വെക്കണം. അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തീരെ ശരിയല്ല. ഇത് ഞാൻ ആദ്യമായിട്ട് രാഹുൽ ഗാന്ധിക്ക് രജത് സാറിന്റെ ഈ പ്രോഗ്രാമിൽ കൂടി ആ ചിന്തകളെ ഞാൻ നൽകുകയാണ്. അത് അംഗീകരിച്ചാൽ നിങ്ങൾക്ക് നല്ലത്.